Hi friends, welcome back to our channel Salt and Pepper. നിങ്ങൾ എൻ്റെ ചാനൽ പുതിയതായിട്ടാണെങ്കിൽ എൻ്റെ പേര് റാണി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ജസ്റ്റ് ഫാബ്രിക് ഗ്ലൂവും ഗ്ലിറ്റേഴ്സും കൊണ്ട് നമ്മുടെ ഫാബ്രിക്സിൽ ചെയ്യാവുന്ന ഒരു മാജിക് തന്നെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് ജസ്റ്റ് നെറ്റ് ഫാബ്രിക്. കണ്ടോ, ഇങ്ങനത്തെ ഫാബ്രിക്സ് നമുക്ക് എല്ലാ ഷോപ്പിലും കിട്ടും. ഇത് വളരെ ചീപ്പറായിട്ടൊരു ഫാബ്രിക്കാണ്. എനിവേ, ഇത് എത്ര ചീപ്പറാണെങ്കിലും നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കഴിയുമ്പോഴേക്കും എത്രമാത്രം മാറ്റമാണ് വരുന്നതെന്ന് കണ്ടു നോക്കുക. ഞാനൊരു സിമ്പിൾ ആയിട്ടൊരു ഡിസൈനാണ് നിങ്ങളെ കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഏത് തരത്തിലുള്ള ഡിസൈൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് ബ്യൂട്ടിഫുൾ ആയിരിക്കും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്കത് കണ്ടു നോക്കാം. ഇത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതും ഒരു ചുരിദാറിൻ്റെ നെക്കാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ട്രാൻസ്പെറൻ്റ് ആയ മെറ്റീരിയൽസ് കാണിച്ചു തരാൻ പോണേ. ഇതും ഒരു നെറ്റ് ഫാബ്രിക്കാണ്, ചെറിയ എംബ്രോയിഡറി ആയിട്ട്. ഇത് നമുക്ക് ഷോപ്പുകളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആൻഡ് ചീപ്പ് ഫാബ്രിക്കാണ്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഗ്ലൂ ആൻഡ് ഗ്ലിറ്റേഴ്സ് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഈസി ആയിട്ട് ഞാനിത് കാണിച്ചു തരാൻ പോകുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴും നല്ല ക്വാളിറ്റി ഗ്ലൂ തന്നെ ഉപയോഗിക്കുക. ഓക്കെ, ഫാബ്രിക് ഗ്ലൂ ആണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു പൂക്കളിൽ മാത്രം വന്നിട്ട് കൊടുക്കാം. ഈ ഉടുപ്പയിൽ ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് നെക്ക് ലൈനിലും ഇതുപോലെ തന്നെ ചെറിയ സ്പോട്ടും ഇതിലുണ്ടായിരുന്ന ആ ഡിസൈനെ തന്നെ ചെറുതായിട്ട് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഇനിയാണ് നമ്മുടെ മാജിക്ക്. നമ്മൾ ഈ ഗ്ലിറ്റേഴ്സ് ഇതിലേക്ക് ഒന്ന് കുടഞ്ഞു കൊടുക്കാം. കണ്ടോ, ഗ്ലിറ്റർ. നമ്മുടെ ആ ഡിസൈനിലോട്ട് നന്നായിട്ട് ഗ്ലിറ്റർ കുടഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ കുടഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കുടഞ്ഞു മാറ്റാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലുണ്ടായിരുന്ന ഗ്ലിറ്റർ മുഴുവൻ കുടഞ്ഞു കളഞ്ഞു. അതിനുശേഷം ഉള്ള എഫക്റ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ, ഇത് നമ്മളായിട്ട് സ്പോട്ടേ മാത്രമേ നിൽക്കുകയുള്ളൂ. നിങ്ങൾ ഈ കാണുന്ന എക്സ്ട്രാ ഗ്ലിറ്റേഴ്സ് ഒക്കെ നമ്മൾ കൈകൊണ്ടൊന്ന് തട്ടിക്കൊടുത്ത് ഉണയും കഴിയുമ്പോൾ തട്ടിക്കൊടുത്താൽ മതി. അതെല്ലാം പൊക്കോളും. കാരണം അവിടെ എങ്ങും നമ്മുടെ ഗ്ലൂ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊക്കോളും. ഇതാണ് ഇതിന് കിട്ടുന്ന ലുക്ക്. ഇനി ഞാനിത് ഉടുപ്പായിട്ടൊന്ന് തയ്ച്ചിട്ട് നിങ്ങളെ ഇട്ട് കാണിക്കാം അതിൻ്റെ എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് കേട്ടോ. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറ. അപ്പോൾ ഈ വർക്ക് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഉണ്ടോ? സിമ്പിളാണ്, പക്ഷെങ്കിൽ ഇത് നന്നായിട്ട് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ വർക്കുകൾ ഇത് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. മുത്തുകളൊക്കെ പിടിപ്പിച്ചിട്ട് വേണേലും ഈ ഒരു ഗ്ലിറ്റർ വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തന്നെ കരുതട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ ഉടനെ തന്നെ കാണാം. അതുവരെയ്ക്കും താങ്ക് യു, ബൈ.